നിങ്ങൾ കളിക്കല്ലേ? എന്താ നീ കളിക്കുന്നത്? നിങ്ങള് ഇവിടെ കളിക്കാൻ പറ്റില്ല. ഇവിടെ കളിക്കാൻ പറ്റൂല. അതെങ്ങനെ നിങ്ങളെ സ്ഥലത്തല്ലോ വന്ന് കളിക്കുന്നത്? ഞങ്ങൾ ഇവിടെ നിന്നല്ലേ കളിക്കുന്നത്. ഇവിടെ കളിക്കാൻ പറ്റൂല. ഫുട്ബോൾ കളിക്കാൻ പറ്റൂല. അല്ലെന്ന് അപ്പൊ അയാളിന് കളിക്കുന്ന നിങ്ങളാണ് തെങ്ങിന്റെ തയ്യും അതും ഇതെല്ലാം കുഴിച്ചിട്ടിട്ട് ആകെ എല്ലാം കൂടി ബാക്കിയുള്ള കളിക്കാണ്ടാക്കി. ഇവിടെ വന്നാലും കുറച്ച് കളിക്കാന്ന് വിചാരിച്ചു. അതിന് നിങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ പറ്റില്ല. ഇവിടെ എന്നോട് പശുവിനെ കെട്ടിക്കൊള്ളാൻ സുരാജ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാ പശുവിനെ കെട്ടാൻ പറ്റാ? അവിടെ കെട്ടിക്കൊള്ളാൻ ഇവിടെ പുല്ല് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സൂരാജേട്ടനെ പറഞ്ഞ ഞങ്ങളോട് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്തു. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തോളിന്റെ പശുവിന്റെ മേലെ ബോൾ വെച്ച് കണ്ണടിച്ചാൽ കളിക്കാൻ മറ്റന്നാളെ കളിയാണ്. തരൂല. ഇവിടുന്ന് കളിക്കണ്ട. ഇവിടുന്ന് കളിക്കണ്ട. കളിക്കണ്ട. കളിക്കുന്നത് കുറെ നേരം കളിക്കുന്നത് പറ്റില്ല. ഫുട്ബോൾ തരൂല. ഫുട്ബോൾ തരൂല. അല്ലെന്ന് നിങ്ങൾ നോക്കണേ. ഇയാളൊരു വയലുണ്ട് ഞങ്ങൾ കളിക്കുന്നത്. ഞങ്ങൾ സ്ഥിരം കളിക്കുന്ന ഒരു വയലുണ്ട്. അവിടെ ഇയാള് പച്ചമുളകിന്റെ തൈ കൊണ്ടേ നട്ട്, തെങ്ങിന്റെ തൈ കൊണ്ടേ നട്ട്, എല്ലാം നട്ട് അവിടെ പിടിപ്പിച്ച് എന്നിട്ട് ഞങ്ങളെ കളിക്കാണ്ടാക്കി. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. കുറെ തെങ്ങിന്റെ തൈ കൊണ്ട് അവിടെ കംപ്ലീറ്റ് കൊണ്ട് നിറച്ചു കൊണ്ട് വിടും. അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കളിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് വന്ന് ബോൾ എടുത്ത് കൊണ്ട് പോകും. ഞാൻ ശരിയാത്തരാം. എല്ലാം ഞാൻ ശരിയാത്തരാം. നമ്മള് അടിക്കൊന്നും ചെയ്യാം. ഞാൻ ശരിയാത്തരോ. അല്ല പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് മാറിക്കണം. ഒരു മയത്തിൽ പറഞ്ഞ ഇയാളോട് പറഞ്ഞ ഇതുണ്ടല്ലോ, ഒരാളെ വിഷമം മനസ്സിലാക്കണോ? അയാളെ വിഷമം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അറിയോ? കണ്ണ അടിച്ച് ഞാൻ പൊടിച്ചടാർന്ന്. അയാള് പയ്യനെ കെട്ടുന്നത് നിങ്ങൾക്ക് എന്താടാ? കളിക്കണ്ട അവിടുന്ന്. അത് മനസ്സിലാക്കണം. ഒരാളെ മാനസിക ഇയാളുണ്ടല്ലോ, അത്രയും തങ്കപ്പെട്ടൊരു മനുഷ്യനാ ഇയാള്. ഇയാൾ ഇവിടെ പയ്യനെ കെട്ടുന്നത് നിങ്ങൾക്ക് എന്താടാ? ഞങ്ങൾക്ക് മറ്റന്നാൾ കളി. ഫുട്ബോൾ കളിച്ചിട്ട് ഇവിടെ എന്തുണ്ടാക്കാനാ? പശു എന്നൊക്കെ പറഞ്ഞ, കൃഷി എന്നൊക്കെ പറഞ്ഞ എന്താ സംഭവം? അത് മനസ്സിലാക്കണം. നിങ്ങൾ അയാളെ കൂടെ വർത്തമാനം പറയാം. അത് മനസ്സിലാക്കണം. അതാണ്. അതോ ഒരു മനസ്സിലാക്കിയിട്ടില്ല. ഇല്ല. അതാണ്. ഇവിടെ ഞങ്ങള് പയ്യനെ കെട്ടും, കൃഷി നടത്തും. നിങ്ങൾക്കൊക്കെ എന്താടോ? എന്താണ് എന്താ പ്രശ്നം? ഒന്നും ഉണ്ടാവില്ല ഇവിടെ. പിന്നെ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. നിങ്ങൾക്കുള്ള ആളെയും കൊണ്ട് ഞാൻ ഇപ്പൊ വരാം. നിങ്ങൾക്കുള്ള ആളെയും കൊണ്ട് ഞാൻ ഇപ്പൊ വരാന്ന്. നിങ്ങൾക്കുള്ള ആളെയും കൊണ്ട് ഞാൻ ഇപ്പൊ വരും. നോക്കിക്കോ. നിങ്ങൾക്കുള്ള ആളെയും കൊണ്ട് ഇപ്പൊ വരാന്ന്. ഇങ്ങനെ നിങ്ങൾക്കുള്ള ആളെയും കൊണ്ട് ഇപ്പം വരാന്ന്. നിങ്ങൾക്കുള്ള ആളെയും കൊണ്ട് ചിരിച്ചു ചിരിച്ചിട്ടോ ആളെ കൊണ്ടുവച്ച് ഇപ്പം വരാന്ന്. എനിക്കുള്ള ആളെ ഇങ്ങനെ അടിക്കല്ല, വേദന ആവുന്നുണ്ട്. എനിക്കുള്ള ആളെ കൊണ്ട് ഇപ്പൊ വരാന്ന്. ഇപ്പം വരാന്ന്. എനിക്കുള്ള ആളെ കൊണ്ട് ഇപ്പം വരൂ. ഇപ്പം വരൂ. നിങ്ങൾ അടങ്ങി ഇപ്പം വരൂ. അതാ വരും. എനിക്കുള്ള ആളെ കൊണ്ട് വരുന്ന കോച്ചിന്റെ കാല് കോച്ചി. ചാത്തുവാണ്. ഉടായി പോയി നടക്കണ ചാപ്പ്. ഇവർ രണ്ടുപേരും കൂടി വന്നിട്ടേ ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ബോളൊക്കെ എടുത്ത് അവിടെ വെക്കുക. ഈ രണ്ടുപേരും ഇയാൾ ആദ്യം ഉള്ളതാണ്. ഞാൻ സപ്പോർട്ടിങ്. ഇയാള് പിന്നെ വന്നാ കഥ രംഗക്ക് പറയരുതേ. ഇല്ലാത്ത വർത്താനം ഇല്ലാത്ത വർത്താനം പറയണ്ട. പശുവിന് വെള്ളം കൊടുക്കാണ്ട് ഞാൻ പോവാണ്. അതുകൊണ്ട് ഇല്ലാത്ത പറയാൻ നിക്കണ്ട. എന്തോ ഒരു ഒരു പ്രശ്നമില്ല. എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ഞാൻ പോവാണ്. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പശുവിന് വെള്ളം കൊടുക്കാനുണ്ട്. ഇവനും ഞാൻ കൂട്ടുന്നുണ്ട്. ഞാൻ പിന്നെ വരാം. അല്ലല്ല കുടുങ്ങിപ്പോയതാണ്. നാട്ടുകാർ കെട്ടിച്ചതാ. ഇതെന്തോ കൂട്ടുപോ. ഇല്ലാത്ത ഓരോന്നും ഉണ്ടാക്കരുത്. ഞാൻ പോവാണ്. ഞാൻ അതിന്റെ പാടായിട്ട് പോവാണ്. വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇവനും ഞാൻ കൊണ്ടുപോവാ. അമ്മേ അമ്മേ എന്താണ്? അന്തിക്ക് തിരികൊളുത്താനുള്ളതാണ് അമ്മേ. പോവാ. എന്തോ ഒരു പ്രശ്നം. വെറുതെ വർത്താനത്തിന് നിൽക്കരുതേ. നിങ്ങൾ പോയിക്കോളി. ഓക്കെ പോയിക്കോളി.
ഇല്ലാത്ത പറയരുതേ. ചിരിപ്പിച്ച് കൊല്ലല്ലേ, പൊയ്ക്കോ പൊയ്ക്കോ.